അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ ആൾക്കാർക്കൊരു വിചാരമുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങളാണ് വരുമാനം എന്നാണ് പറയുന്നത്. ഞാൻ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ കേട്ടോ ഒരു ചാനൽ. മക്കളെ, എനിക്ക് വരുമാനമൊന്നും കിട്ടാനായിട്ടൊന്നുമില്ല. എനിക്ക് 450 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. ആൾക്കാരിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരെയും ഞാൻ പറയണില്ല കേട്ടോ. ആൾക്കാർ ലക്ഷങ്ങളല്ലേ യൂട്യൂബിൽ നിന്ന് മേടിക്കണത്, ലക്ഷങ്ങളല്ലേ, ഇനി പണിക്കൊന്നും പോകണ്ടല്ലോ എന്ന് പറയത്രേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുക, ലക്ഷങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം, ജീവിത വരുമാനം എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് വരിക. എല്ലാവരും അങ്ങനെ തന്നെ യൂട്യൂബ് തുടങ്ങുന്നത് എന്തെങ്കിലും അന്ന് കിട്ടിയാൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും, മക്കൾക്ക് എന്നല്ല എല്ലാത്തിനും നമുക്ക് ഒരാളെ സഹായം ഇല്ലാതെ ജീവിക്കാന്നുള്ള ഇതിലാണ്. ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയല്ല, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജോലിക്ക് പോണ ആളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് വരുമാനം കിട്ടിയാൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത്. അല്ലാതൊക്കെ അതിൽ നിന്ന് ലക്ഷങ്ങളൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതൊക്കെ പറയാനുള്ളതുള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എല്ലാവർക്കും അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എൻ്റെ കൂട്ടുകാരി പറഞ്ഞതാണ്, എടിജൊരു യൂട്യൂബ് തുടങ്ങി നോക്ക്, എനിക്ക് ഇജ്ജ് കുക്ക് ചെയ്യണത് അതും ഇത് ഇട്ടാൽ മതി, എങ്ങാനും അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് ആയില്ലേന്ന് പറഞ്ഞിട്ട് ഓള് എന്നോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. ഇതുവരെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആൾക്കാർ കാണുന്നുണ്ട്. നല്ല നല്ല കമൻറ്റുകൾ തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളതൊക്കെ. പക്ഷെ അതിനു വേണ്ടിയിട്ട് ചില ആൾക്കാർ പറയും, ഇപ്പം അവൾ എല്ലാ ഡ്രസ്സും ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ വേറെ രൂപത്തിൽ, അതൊക്കെ ഞാൻ പറയാൻ കുറച്ചൊരു ഇതുണ്ട്, വേറെ രൂപത്തിൽ വരും എന്നുള്ളത് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ജീവിക്കണൊരു പെണ്ണല്ല. നമുക്കെല്ലാവർക്കും ഫാമിലി കുടുംബവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എല്ലാവരും ഞാൻ പറയണില്ല കേട്ടോ, പറഞ്ഞവരെയാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്. അല്ലാണ്ട് ഞെക്ക് വരുമാനമൊന്നും കിട്ടാനായിട്ടില്ല. കിട്ടണമെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും എൻ്റെ ചാനൽ കണ്ടിട്ടും നിങ്ങൾ വിചാരിച്ചാൽ തന്നെ എനിക്ക് വരുമാനം കിട്ടാറാവുള്ളൂ. അപ്പോൾ വരുമാനത്തിനൊക്കൊന്നും ആയിട്ടില്ല കേട്ടോ. അതൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വന്നത്. കാരണം പുറത്തിറങ്ങാൻ ഇപ്പോൾ പറ്റണില്ല. യൂട്യൂബ് വരുമാനമല്ലേ, യൂട്യൂബ് വരുമാനം, ഇനിയിപ്പോൾ എന്തിനാ പുറത്തേക്ക് പോണ്, പണിക്ക് പോണ്, ഇതൊക്കെയാണ് ആൾക്കാരുടെ ചിന്ത. ഇപ്പം ഈ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്യാനും ഒന്നിനൊക്കെ അറിയില്ല. അതിൻ്റെ മുകളിൽ തന്നെ എത്ര സമയം പോകണ്ടെന്ന് അറിയോ. ഞാൻ എടുത്ത് വരും, അത് കട്ട് ചെയ്തിട്ടും ഇതാക്കിയിട്ടും എൻ്റെ കൂട്ടുകാരിയാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരിക ഒക്കെ. ഇത് നിസാരമല്ല മക്കളെ, ഭയങ്കര റിസ്ക്കാണ്. അതൊക്കെയാണ് എൻ്റെ ഇത്. അപ്പം ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ സത്യം എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടില്ല, അതാണ് സത്യം. അപ്പം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും. എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങളോടാണ് ഞാൻ പറയുക. ആദ്യം ഞാൻ എൻ്റെ ചാനലിൽ ഞാനിടും, നിങ്ങളെ അറിയിച്ചിട്ടാണ് ഞാൻ ഇരിക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ അത് നിങ്ങൾ കാരണം തന്നെയാണ് എനിക്ക് പൈസ കിട്ടുക. അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലായിടത്തും എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ അറിയിക്കും കേട്ടോ.